നമസ്തേ. ഞാൻ ഇന്നൊരു സ്പെഷ്യലൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ചേച്ചി ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. അന്നേരം അമ്മ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണോന്ന് എനിക്ക് അറിയാൻ മേല. ബട്ട് ഇതൊരു ഇറച്ചിപ്പൂട്ടാണ്. ഇറച്ചിപ്പൂട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഓ അത് ശരി. ഏതാ ഇങ്ങനെ അതിന്റെ ആ ഒരു ഇടയ്ക്ക് ഇത് ഇറച്ചിയെല്ലാം വെച്ച് ചെയ്യുന്നതാ. പുട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാ പുട്ട്. എളുപ്പമായിരിക്കും അല്ലേ? അപ്പൊ വീട്ടില് പാടുള്ള കാര്യമല്ലേ. പുട്ടും പപ്പടവും പഴവും ഏറ്റവും ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റും. പപ്പടവും പഴവും, പയറും പപ്പടവും ഞാൻ പുട്ടും പപ്പടവും പഴവും വെച്ചൊരു കോമ്പിനേഷൻ ഉണ്ട്. അതെന്തായാലും ഞാൻ ഇതുവരെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതെന്തായാലും നോക്കട്ടെ. നന്നായിട്ടുണ്ട്, കാണാൻ നന്നായിട്ടുണ്ട്. ഇനി കഴിക്കുമ്പോൾ പറയണം. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ സാറിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് പറയേണ്ടത് അപ്പായോടാട്ടോ, ശരിക്കും ജേക്കബ് സാറിനോടാ. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഫീൽഡിൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പം എനിക്കൊരു അവാർഡ് കിട്ടി. അപ്പോൾ ദ ഫസ്റ്റ് അവാർഡ് എനിക്ക് ജേക്കബ് സാറാണ് തന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഒരിക്കലും സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും എനിക്കൊരു എന്നാ പറയുന്നത്, ഫസ്റ്റ് ടൈം ഒരു മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ വാസ് ദാറ്റ്. അപ്പൊ എനിക്ക് ഒരിക്കലും മൂവി വന്ന ടൈം ആയിരുന്നല്ലോ. അത് തന്നെയാ. പക്ഷെ എന്തായാലും മിനിസ്റ്റർ ഇവിടെ വന്നിട്ട് സാറിനോട് എനിക്ക് ഒരു കാര്യം പറയാൻ എന്നാന്നറിയോ. ഒന്നാമത്തെ കാര്യം, വീട്ടമ്മയായ ഞാന് ഒരു എന്നാ പറയുന്നത്, അടുക്കളയായിട്ട് പെരുമാറുന്ന കുറെ വീട്ടമ്മമാരും ഉണ്ടല്ലോ. അപ്പം അടുക്കളയായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആളും കൂടി ആയ അടുക്കളയിലേക്ക് പോകുമ്പോൾ എന്റെ വകുപ്പ് മാറി. അയ്യോ അതൊക്കെയല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഏക ഒരു പ്രതീക്ഷ എനിക്ക് ഗ്രെയിൻസ് ആയിട്ടിരിക്കുമ്പോഴേ ഉള്ളൂ. അത് മാവായി കഴിഞ്ഞാൽ മാറി കഴിഞ്ഞു. ഗ്രെയിൻസിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. അതാണ് സിവിൽ സപ്ലൈസ്. അത് കഴിയും വേറെ വകുപ്പ് മാറി. എന്നാലും കുഴപ്പമില്ല, കഴിച്ചേക്കാം. അല്ല, ഗ്രെയിൻസ് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അത് കിട്ടുന്ന കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ പുട്ടും കൂടെ തന്നേച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? വരൂ, നമുക്ക് കഴിച്ചുകൊണ്ടിരുന്ന് വർത്താനം. ഞാനിവിടെ ഒരു കാര്യം പറയാനോ, ഞാനിവിടെ ഒരു കുറ്റിപ്പുട്ട ഉണ്ടാക്കിയിട്ടുള്ളേ. എന്നാന്ന് വെച്ചാൽ അച്ഛനൊക്കെ പള്ളി പറയുവല്ലേ, ഭർത്താവ് തിന്നുന്നതിന്റെ ബാക്കി ഭാര്യയ്ക്ക് കൊടുക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പകുതി മുറിച്ചേച്ചേ തരത്തുള്ളൂ. ഞങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ? അതല്ല, അത് പിന്നെ എത്രയേ ഉള്ളൂ. അരി ആവുന്നിടം വരെയല്ലേ അറിയത്തുള്ളൂ. പുട്ടാവുന്ന കഥ അറിയാൻ മേലല്ലോ. ഈ അരി പുട്ടാവണം എന്നുണ്ടെങ്കിലേ ഞങ്ങളെപ്പോലെയൊക്കെ കുറച്ച് വീട്ടമ്മമാര് ഉൾപ്പെടും അതിനകത്തൂടെ. കടയിൽ പോയി അരിയൊക്കെ മേടിച്ചാലല്ലേ ഒക്കത്തുള്ളൂ. അതെന്നാന്നോ, ശരിക്കും ഞങ്ങളുടെ അമ്മയൊക്കെ ശരിക്കും ഈ ത്രിവേണി അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് പോയിട്ടാണ് കൂടുതലും മേടിക്കുന്നത്. അപ്പം ഞങ്ങളും നാച്ചുറലി വേറെ ഒരു സ്ഥലത്ത് പോവാതെ അവിടെ തന്നെ പോവുമല്ലോ, വേറെ ഒന്നും ചിന്തിക്കാതെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഞാൻ കാണുന്നത് എന്നാന്നറിയോ, അരി ഉഴുന്നിടാനാന്ന് വെച്ചോ, അരി കാണും ഉഴുന്ന് കാണുകയില്ല. അപ്പം നാച്ചുറലി നമ്മളൊരു പ്രൈവറ്റ് ബസാറിലേക്ക് കയറും. അവരാണെങ്കിൽ പറഞ്ഞ കൂട്ട് ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ അങ്ങ് ആകർഷിക്കുമല്ലയോ. വിളിച്ച് കയറ്റുവാന്ന്. പക്ഷെ എന്നാന്നോ, അവിടെ എല്ലാം കിട്ടുക. പക്ഷെ നമ്മുടെ ഈ സർക്കാരിന്റെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിലൊന്നും ഒന്നും കിട്ടുന്നില്ല. ത്രിവേണിയിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ത്രിവേണിയിലാ പോയതല്ലേ? സപ്ലൈകോയിൽ പോയിട്ടുണ്ടോ? സപ്ലൈകോയിൽ പോയ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. സപ്ലൈകോയിൽ പോയ സാധനം കൃത്യമായിട്ട് കിട്ടും. ത്രിവേണി പോയാൽ എനിക്കറിയില്ല, അവിടെയും കിട്ടേണ്ടതാണ്. അല്ല ശരിക്കും അതെന്നാ അങ്ങനെ പറ്റുന്ന? അവർക്കൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ടല്ലോ, അതായത് പ്രൈവറ്റ്. അല്ല, അങ്ങനെ വരത്തില്ല. അതിനകത്ത് ഈ ഇപ്പം ഏതെങ്കിലും ഇപ്പം നമുക്കുള്ള സാധനങ്ങൾ കൃത്യമായ നിലയിൽ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഐറ്റംസിന്റെ വ്യത്യാസം ചിലപ്പോൾ വന്നിരിക്കും. അതൊക്കെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. അത് റെയർ എന്ന് പറയാൻ എന്നാന്നറിയോ കാര്യം, മിക്കപ്പോഴും സംഭവിക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പം ഫോഴ്സ് ടു ഗോ ടു ദ പ്രൈവറ്റ് ബസ്സാണ്. ഇല്ല, അത് റെയർ കേസുകളായിരിക്കും. കാരണം ഇതിൻ്റെ നമ്മൾ വളരെ മെട്രിക്കുലസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റോക്ക്, ഇതിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 2 years ബിഫോർ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റ്സ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സപ്ലൈക്കോ ഔട്ട്ലെറ്റ്സ് ആണ്. ത്രിവേണി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നതല്ല.
ഈ സപ്ലൈകോ ഔട്ട്ലെറ്റ്സിൽ സാധനങ്ങളുടെ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ തന്നെ നേരിട്ട് പോയി നോക്കാറുണ്ട്. ഇപ്പോൾ ഈ വീട്ടമ്മമാരുടെ പ്രയാസം നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോയി നോക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഓണസമയത്ത് ഞാൻ തന്നെ നേരിട്ട് പോയി വിവിധ ഔട്ട്ലെറ്റ്സിൽ, മാവേലി സ്റ്റോഴ്സ്, ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്സ് എല്ലായിടത്തും പോയി നോക്കിയായിരുന്നു. ഇപ്പോൾ നമ്മളതിനകത്ത് മാക്സിമം അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട്. പിന്നെ ചില റെയർ ഇൻസ്റ്റൻസസിൽ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും. ഒരെണ്ണം ഉണ്ടാവാതിരിക്കും എന്നാ പറയുന്നറിയോ? ഒന്നുമില്ല. അതിപ്പോൾ നമ്മുടെ ഒരു കോമൺ ഒരു ടെൻഡൻസിയാണ്. ഏതെങ്കിലും ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നൊരു വർത്തമാനം. അതൊക്കെയല്ല, അങ്ങനെ പറയാനൊക്കെയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ മുന്നത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ നാച്ചുറലി ത്രിവേണിയിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് വേറെ എവിടെയും പോകുന്നതിൻ്റെ കാര്യമില്ലായിരുന്നു അന്നേരം. പക്ഷേ ഈ പറഞ്ഞ കൂട്ടി ഇല്ലാതെ വരുമ്പോഴത്തേക്ക് 10 പ്രാവശ്യം നമ്മൾ പോയിട്ട് വരുമ്പോൾ ഇന്നയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മന്നെ മടിക്കും അന്ന് പോവാന്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം സർക്കാരിൻ്റെ ഇങ്ങനത്തെ നല്ല ഒരു അല്ല, ഇവിടെ വരുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഇതിൽ പോകുന്നതിനെക്കാട്ടിയും ക്വാളിറ്റി വൈസും കാര്യങ്ങൾ നമ്മളിവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. കാരണം ഗവൺമെൻറ് ഒരു എൻഷുറിറ്റി, ഇപ്പോൾ സപ്ലൈകോയിൽ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ അതിൻ്റെ അതിപ്പോൾ പാക്കറ്റ് പ്രൊഡക്ട്സ് ആവട്ടെ, അല്ലാത്ത ലൂസായിട്ട് നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ആവട്ടെ, ഇതിനെല്ലാം ക്വാളിറ്റി എൻഷുർ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സ്പെസിഫൈഡ് ക്വാളിറ്റീസിന് പിന്നോട്ടാണെങ്കിൽ ഞങ്ങൾ ആ പ്രൊഡക്റ്റ് ഞങ്ങൾ പിന്നെ വിൽക്കത്തില്ല. ഇപ്പോൾ ഇന്നാൾ ഈ മാഗി നൂഡിൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ആദ്യം നമ്മുടെ ഔട്ട്ലെറ്റ്സിൽ നിന്ന് അത് മാറ്റുകയാണ് ചെയ്തത്. അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും റാൻഡം പരിശോധനയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചില ഈ മറ്റേ കറി പൗഡേഴ്സ് അതിൻ്റെ അകത്തൊക്കെ ചിലതിലൊക്കെ ഈ പ്രോബ്ലംസ് കണ്ടെത്താറുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ അപ്പം തന്നെ ഷെൽഫ്സിൽ നിന്ന് മാറ്റും, അവർക്ക് നോട്ടീസും കൊടുക്കും. അപ്പോൾ പക്ഷേ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ, പ്രൈവറ്റ് സ്റ്റോഴ്സിൽ അത് വരണമെന്നില്ല. അപ്പം നമ്മുടെ സ്റ്റോറുകളിലുള്ള സാധനം അതിൻ്റെ അകത്ത് ഈ ക്വാളിറ്റി പാക്കറ്റ് പ്രൊഡക്ട്സിൻ്റെയും അല്ലാത്തതിൻ്റെയും അത് ഗ്യാരണ്ടീഡ് ആണ് അതിൻ്റെ അകത്ത്. പക്ഷെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പരിഹാരം കിട്ടുമല്ലോ. അന്നേരം പിന്നെ അത് ഒന്ന് വെച്ചേക്കണം. പരിഹാരം എല്ലാ സമയത്തും ഉണ്ട്, പരിഹാരം ഇല്ലാത്ത കാര്യമില്ല. സത്യമായിട്ടോ ആ പറഞ്ഞ വാക്കിനോട് എനിക്ക് ഭയങ്കര യോജിപ്പാട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടല്ലോ നാളത്തേക്ക്. ശരിക്കും സാറിനെ ശരിക്കും എനിക്ക് തോന്നുന്നത് ജേക്കബ് സാറിന്റെ മോന് അല്ല ചേച്ചിയുടെ മോന് അങ്ങനെ അറിയാവുന്നുള്ളൂ. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ആണ് ആസ് എ മിനിസ്റ്റർ ഞങ്ങൾ അറിയുന്നത്. ആ ഒരു മേക്ക് ഓവർ ഫോഴ്സ് ടു ബി ഒരു എന്താ പറയുന്നത്, ഡ്രസ് വൈസ് ഡ്രസ് കോഡ് മാറ്റേണ്ടി വന്നോ? അല്ലെങ്കിൽ ഡ്രസ് നേരത്തെ തന്നെ ഡ്രസ്സിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, യു വെയർ ദിസ് ഭയങ്കരമായിട്ട് കോളേജ് ടൈമിലൊക്കെ ഭയങ്കര KSC ഉണ്ടായിരുന്നു. KSCയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. കോളേജ് യൂണിയൻ എഡിറ്ററായിരുന്നു. അപ്പോൾ കോളേജിൽ തന്നെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഡ്രസ്സിലൊരു ഷിഫ്റ്റ് ഓവറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മുണ്ട് തന്നെ ആയിരുന്നു അന്ന് മുതലേ താല്പര്യം. പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് അങ്ങനെ നിർബന്ധമായിട്ട് ഉപയോഗിക്കില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഫോഴ്സ്ഡ് ആയിട്ട് അത് വൈറ്റ് ഇടണം തോന്നുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് മാത്രം ആവും ഒരാള് ഒരു ജനപ്രതിനിധി ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്ന അർത്ഥമില്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നിന്നാൽ മതിയല്ലോ. അത് കറക്റ്റ്. വേഷത്തിൽ പ്രത്യേകിച്ച് പക്ഷെ എന്നാന്നറിയോ, നമ്മളൊക്കെ കാണുന്ന അങ്ങനെയല്ലേ, വൈറ്റ് ആൻഡ് വൈറ്റ് ആസ് എ പൊളിറ്റീഷ്യൻ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ശരിക്കും അച്ഛൻ്റെ സാറിനെ, ജേക്കബ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു റിയൽ പാർലമെന്റേറിയൻ എന്ന് തന്നെ പറയാം. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു മകൻ എന്ന നിലയ്ക്ക് അതേ റൂട്ട് തന്നെ ഫോളോ ചെയ്യും അച്ഛൻ്റെ മാതിരി തന്നെ. എൻ്റെ മുമ്പിലിരിക്കുന്നതിൻ്റെ ഫാദർ തന്നെയാണല്ലോ, അത് സ്വാഭാവികമാണ്. പിന്നെ ഞാൻ എൻ്റെ അത് എപ്പോഴും പറയാറുണ്ട്, ഫാദറിനെ വെച്ച് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കരുത്, അത് ടു ഏർലി ആയി പോകുന്ന ഞാൻ പറയാറുണ്ട്. അല്ല, അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു, പപ്പായ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു മോനിങ്ങനെ വരണം എന്നോ? എൻ്റെ അകത്ത് ഞാനിപ്പോൾ പൊളിറ്റിക്സിലേക്ക് വന്നതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കോളേജ് ഇവിടെ ഞാൻ തന്നെ KSCയുടെ യൂണിറ്റ് ആരംഭിച്ചും യൂണിറ്റിലെ പ്രസിഡൻ്റായും ഒക്കെ ഞാൻ സജീവമായി വന്നു. ഞാൻ കോളേജ് ഇലക്ഷൻസിന് കണ്ടസ്റ്റ് ചെയ്തിരുന്നു, ഒരിക്കൽ ജയിച്ചു. ആ സന്ദർഭത്തിലൊക്കെ ഈ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് ഞാൻ സജീവമായി വരുന്നു എന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. സോ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ശരി. അപ്പൊ പപ്പായ്ക്ക് അറിയാമെന്ന് പോലും പപ്പ ഒരു അഭിപ്രായം ചോദിക്കുമോ, നീ അതിനാ പോയത്? ഞാൻ ഇനിഷ്യൽ സ്റ്റേജസാണ് പറഞ്ഞത്. ഇപ്പം പിന്നീട് ഞാൻ സജീവമായി വന്നു. പിന്നെ ഞാൻ പാർട്ടിയിലും യൂത്ത് ഫ്രണ്ടിലും ഒക്കെ സജീവമായി വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞില്ല, എന്നാൽ നീ ചെയ്യടാ എന്നും പറഞ്ഞില്ല. അതാ പറഞ്ഞു. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആയില്ലായിരുന്നെങ്കിൽ ലോയർ ആയിരുന്നു ഞാൻ, സംശയമൊന്നുമില്ല, അതിലേക്ക് തന്നെ മാറുമായിരുന്നു. എൻ്റെ പ്രൊഫഷണലി ആയ ലോയർ. അപ്പം സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുമ്പോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻസിലേക്ക് വന്നു, ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യേണ്ടി വന്നു.
പിന്നീട് ഇങ്ങനെ തുണായി ഇവിടം വരെ ആയി. പിന്നെ ഒരു വീട്ടമ്മ നിലയ്ക്ക് ഒരു കാര്യം കൂടെ പറയണേ. എന്നാന്ന് പറയാം, വീട്ടമ്മമാർക്ക് ശരിക്കും ഇല്ലേ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നാൽ പോലെ സമ്മതിക്കണം കേട്ടോ, ഒരു വീട്ടമ്മ കൂടിയല്ലേ. അതെന്നാന്നോ, ഈ വിലയൊക്കെ ഈ സാധനങ്ങൾക്കൊക്കെ കൂടുമ്പോഴത്തേനും ഉണ്ടല്ലോ, ശരിക്കും ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ചങ്കിടിപ്പില്ലേ, ഞാൻ മാത്രം പറയണ്ടല്ലോ, സമ്മതിച്ചു തരുന്നില്ലേ അല്ലേ? അതിപ്പം ഞങ്ങൾക്കൊക്കെ മേടിക്കാനായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ വിലയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാനൊക്കെ അല്ല, അതാ പറഞ്ഞത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ ത്രിവേണി സ്റ്റോഴ്സിലോ സപ്ലൈക്കോ ഒക്കെ പലപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പ്രൈസ് ലെസ്സായി നിൽക്കുന്നുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ സപ്ലൈക്കോയിൽ ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് 13 സബ്സിഡൈസ് സാധനങ്ങളാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. സബ്സിഡൈസ് അല്ല, മീൻസ് സബ്സിഡൈസ് സാധനം. അതിൻ്റെ അകത്ത് അരിയുണ്ട്, പയറുവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ ഉൾപ്പെടെ ഞങ്ങളതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 20 to 61% വരെ വിലക്കുറവ് സപ്ലൈക്കോയിൽ സാധനങ്ങളിലുണ്ട്. അവിടെ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വില കുറച്ച് സാധനങ്ങൾ എത്തിക്കുക, അതിൻ്റെ പക്ഷേ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വെച്ച് കൊടുക്കുക. റേഷൻ കാർഡ് വെച്ച് അത് കൺട്രോൾ ചെയ്തേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും വില കുറവായതുകൊണ്ട് താല്പര്യം കൂടുതൽ വാങ്ങാനായിട്ട്, പക്ഷെ നമുക്ക് അത്ര കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും പരിമിതമാണ്. നമുക്ക് ആ കിട്ടുന്ന പരിമിതമായ ക്വാണ്ടിറ്റിയിൽ മാക്സിമം റീച്ചബിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഈ വർധനവിൻ്റെ കാര്യം, വിലവർധനവിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അത് ആ ഭാഗത്തേക്ക് ആരും പോകുന്നില്ല. വർദ്ധിച്ചു നമ്മൾ പറയുമ്പോഴും വിലവർധന പ്രധാന കാരണം നമ്മുടെ പ്രൊഡക്ഷൻ്റെ ലഭ്യത, നമ്മുടെ പ്രൊഡക്ഷൻ എത്രമാത്രമാണ്, ആ ഭാഗത്തേക്ക് നമ്മൾ പോകാറില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ 15 അല്ലെങ്കിൽ 20% താഴെയാണ് കേരളത്തിൽ പ്രൊഡക്ഷനുള്ളൂ. ബാക്കി നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റായി മാറിപ്പോയി. അത് നല്ലൊരു വശമാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടക, ആന്ധ്ര പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് ആവട്ടെ, മറ്റ് അരിയാവട്ടെ, മറ്റെല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന അവിടെ നിന്നാണ്. നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ കുറച്ചുകൂടി സജീവമായി ഒരു സ്വയം പര്യാപ്തമായ ഒരു സാഹചര്യം ഉണ്ടായാലേ ഈ വിലക്കയറ്റത്തിന് ശാശ്വത പരിഹാരമുള്ളൂ. നമ്മളിപ്പോൾ സപ്ലൈകോഡ് ഔട്ട്ലെറ്റ്സ് ആവട്ടെ, റേഷൻ കൊടുക്കുന്നതാവട്ടെ, ഇതെല്ലാം ഉണ്ടാവുന്ന വിപണിയിലുണ്ടാവുന്ന വിലക്കയറ്റം അല്ലെങ്കിൽ വില വ്യതിയാനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ് എന്ന് എനിക്കൊരിക്കലും അഭിപ്രായമില്ല. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരളം ഇങ്ങനെ വന്നു എന്നുള്ളത്, അപ്പോൾ അതിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇപ്പോൾ ഞാൻ അതിനകത്ത് ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ലേ, എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ മാത്രമല്ല, വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മനസ്സിന് ആരോഗ്യം, രണ്ട്, ശരീരത്തിനും ആരോഗ്യം. കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഒപ്പം തന്നെ നമുക്ക് ജൈവ പച്ചക്കറികളോ ഒക്കെ എടുക്കുമ്പോൾ അത് ശരീരത്തിന് നല്ല, അപ്പം മനസ്സിനും ഗുണമാണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പം അങ്ങനെ ഒപ്പം തന്നെ നമ്മുടെ പോക്കറ്റിനും നല്ല ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഞാനിത് പറയുമ്പോൾ ഇതിനൊന്നും ഞാൻ ന്യായീകരിക്കല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ സപ്ലൈകോ എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായി മാറിയിരിക്കുന്നു. ഇപ്പം ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ റിലയൻസും മറ്റും ഞങ്ങളോട് മത്സരിക്കുക, ഞങ്ങൾ അവരോട് മത്സരിക്കാറില്ല. ദേ ആർ കോമ്പറ്റിങ് ടു അസ്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇനി 38 പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ സപ്ലൈകോഡ് ഔട്ട്ലെറ്റ് ഇല്ലാത്തത്. 38 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൽ സപ്ലൈകോഡ് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഈ 38 പഞ്ചായത്തിനും കൂടി തുടങ്ങാനുള്ള നടപടി ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മാക്സിമം റീച്ചബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതുപോലെ വരുന്ന സിറ്റുവേഷൻസിൽ പരമാവധി ആൾക്കാർക്ക് ഒരു എന്താ പറയുക, അവർക്കൊരു കംഫർട്ട് കിട്ടും, ഒരു സഹായകരമായ സാഹചര്യം ഈ ഔട്ട്ലെറ്റ്സ് വഴിയുണ്ട്. ഓക്കെ, ശരിക്കും ഈ റേഷൻ കാർഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എന്നാ വെച്ചാൽ ഇപ്പൊ ഗ്രഹനാഥനല്ലല്ലോ ഓടുന്നില്ലേ നാഥേ, പറയൂ. കണ്ടോ, അതിന്റെ ഒരു ഇച്ചിരി പ്രയാസങ്ങളുണ്ട്. എന്തായാലും കഴിച്ചിട്ട് പറയാം, പുട്ട് നടത്താ കൊള്ളുകയല്ല, കഴിക്കൂ. ശരിയാ, വീട്ടിലെല്ലാവർക്കും ഇഷ്ടം, പിള്ളേർക്കും ഒക്കെ ഇഷ്ടം. പിള്ളേർക്ക് തന്നെ ഇഷ്ടം ഇതേപോലെ അപ്പനെ പോലെ പയറും പുട്ടും കടല. അപ്പൊ എത്ര പുട്ടുണ്ടാക്കിയ പയറുണ്ടാക്കികൾ കൂടുതലുണ്ടാകും. അതാണ്, ഒരു പുട്ടും 10 കറി. എല്ലാവരും ഇഷ്ടം എന്തൊക്കെയാ? എനിക്കും പുട്ട് ഇഷ്ടം, പിന്നെ അപ്പം ഇഷ്ടം. അപ്പ കൂടുതൽ ഇഷ്ടം. പിന്നെ പുട്ടും എല്ലാവർക്കും ഇവർക്കെല്ലാം ഇഷ്ടമായിട്ട് പുട്ട് കൂടുതലുണ്ടാക്കും. സാറിന്റെ ലൈഫിലേക്ക് കയറിയ ആ ഒരു ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് വളരെ നേരത്തെ തന്നെ അറിയാം. അറേഞ്ച് മാരേജ് ബോത്ത് എന്ന് പറയാം, ലവ് കം അറേഞ്ച് അല്ലെ അറേഞ്ച് കം ലവ്. ശരി, അന്ന് പറഞ്ഞേ. അല്ല, മിനിസ്റ്റർ സർ കഴിച്ചോളൂ, ഞാൻ ഭാര്യയോട് ചോദിച്ചോളാം. ഞങ്ങൾ ഒരു പള്ളിയിലാണ് പോകുന്നത്. പിന്നെ വീട്ടിലെ പേരൻസ് എല്ലാം തമ്മിൽ അറിയാം. പിന്നെ ഞങ്ങൾ അടുത്തടുത്ത സ്കൂളിലായിരുന്നു, ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങളായിട്ട് വഴികാട്ടി കൊടുത്താണ് അപ്പനും അമ്മയ്ക്കും. പിള്ളേരിപ്പോ എന്നായി?
മോൻ 3-ല്, മോൾ 1-ല്. ഓക്കെ. പിന്നെ ഈ റേഷൻ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ ഇപ്പം ഗ്രഹനാഥൻ എന്നുള്ളത് ഗ്രഹനാഥി ആയപ്പോൾ ഉണ്ട്. ഇപ്പം സ്ത്രീകളെ പറ്റി പറയുവാന്നേ, ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൊണ്ട് ഓഫീസിൽ പോയി ഇറങ്ങി കയറി ഒന്നും വലിയ ശീലമില്ല. പോകുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല, അത്രയും എന്നാ പറയുന്നത്, സ്ത്രീകൾ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലായിടവും ഫേസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു വിഷമമില്ല. പോകുന്നതുകൊണ്ടും വിഷമമില്ല, ശരിയാക്കുന്നതുകൊണ്ടും വിഷമമില്ല. പക്ഷേ ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട ഒരു പരിപാടി മാത്രം ഒന്ന് കുറച്ച് തരാം. ഇതിനകത്ത് ഒന്ന്, നമ്മൾ ഈ റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിൽ കൊടുക്കുക എന്നുള്ളത് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിൽ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ്, ഞാനായിട്ട് കൊണ്ടുവന്നതല്ല. അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യ മുഴുവനും സ്ത്രീകളുടെ പേരിലാണ് ഇനി മുതൽ റേഷൻ കാർഡ് ഉള്ളത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ അതിനനുസൃതമായിട്ടാണ് നമ്മൾ റേഷൻ കാർഡുകൾ റിന്യൂ ചെയ്തെടുക്കുന്നത്. സോ സ്ത്രീകളുടെ പേരിൽ ഇനിയിപ്പോൾ കാർഡ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ, അത് നിയമമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അത് എന്തുകൊണ്ടാണ് അതിലേക്ക് അത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു മാർക്കറ്റിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും ഒരു കുടുംബം നോക്കുന്നതും എല്ലാം സ്ത്രീകളാവുന്നു. ഇതവർ കൂടുതലും ഇപ്പോൾ ഈ റേഷൻ കാർഡുകൾ പലപ്പോഴും പണയപ്പെടുത്തുന്ന സാഹചര്യം വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിനും മാത്രമല്ല, വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ റേഷൻ കാർഡ് പണയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുന്നു. അവിടെ ആണുങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ ഇത് പൂർണ്ണമായി ഇതിൻ്റെ അതോറിറ്റി ഒരു സ്ത്രീക്കായിരിക്കണം എന്നുള്ളത് അത്തരത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ UPA ഗവൺമെൻറ് ആ ഒരു തീരുമാനം എടുത്തത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ആരും കയറി ഇറങ്ങേണ്ടി വരത്തില്ല. ഈ സാധനം നമ്മൾ കൃത്യമായിട്ട് റേഷൻ കാർഡുകൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 25 ലക്ഷം റേഷൻ കാർഡുകൾ മാറ്റിയടിക്കേണ്ടി വന്നു. കാർഡ് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് കണ്ടമാനം മിസ്റ്റേക്കുകൾ വന്ന് കാർഡ് തന്നെ മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കാർഡ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡേറ്റാസിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സാഹചര്യം കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് ആരും ഒരിടത്തും പോകണ്ട, എല്ലാവർക്കും ഓൺലൈൻ വഴി അതിന് സൗകര്യം കൊടുത്തു. പക്ഷേ ഓൺലൈൻ വഴി ആക്സസ് ചെയ്ത് തെറ്റുകൾ നോക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നു. ശരിക്കും പണ്ടൊക്കെ എൻ്റെ പപ്പായുടെ ആ സമയത്തൊക്കെ ഞാൻ പറയുവാന്നല്ല, അതൊക്കെ കംപ്ലീറ്റ് മാനുവൽ ആയിരുന്നേ. ഇപ്പം ശരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് ആയ പിന്നെയാണെന്ന് തോന്നുന്നു തെറ്റുകൾ വരാൻ തോന്നിയത്. ശരിക്കും എന്നാ പറയുന്നത്, കുറവങ്ങോട്ട് താമസിക്കുന്ന ആളുടെ സ്ഥലമൊക്കെ റേഷൻ കാർഡിനകത്ത് വരുന്ന കന്യാകുമാരിയിലായിരിക്കും. ഈ പുള്ളി ഇനി അത് അന്വേഷിച്ച് പോകണം. ഇതെല്ലാം മൊത്തം പ്രശ്നം. ഞാനാണെങ്കിൽ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞങ്ങൾ എൻ്റെ പഴയ റേഷൻ കാർഡും എല്ലാം കൊടുത്തേ. ഇപ്പം ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ റേഷൻ കാർഡും ഇല്ല, രേഖയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇനി പുതിയതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം, ആ ഒരവസ്ഥ. അപ്പൊ പുതിയ വീട്ടിൽ വന്നേച്ച് ഞങ്ങളുടെ ഇപ്പൊ എന്റെ കഴിഞ്ഞ കൊല്ലം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുക, എന്റെ ഫുൾ പോയി, റേഷൻ കാർഡ് ഒറിജിനൽ എല്ലാം പോയി അവരുടെ കയ്യിൽ നിന്ന്. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ചേർത്തു. ആദ്യം മഞ്ചൂരായിരുന്നു, അവിടുന്ന് ചേർത്തിട്ട് ഇവിടെ ഇപ്പൊ പുതിയ കാർഡ് വേണമല്ലോ, ഈ മാറ്റണമല്ലോ, എല്ലാം മാറ്റണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഏൽപ്പിച്ചു. ഫുൾ പ്രൂഫ് ഒറിജിനൽ രേഖകൾ ആ മുഴുവൻ ഏൽപ്പിച്ചേ. തിരിച്ചു ചെന്ന് ഞാൻ അത് ചോദിക്കുമ്പം ആ പെർട്ടിക്കുലർ ഓഫീസിന്റെ കയ്യിൽ എൻ്റെ റേഷൻ കാർഡേ ഇല്ല. ഇന്ത്യ ഏതാന്ന് ചോദിക്കുന്നു, 10 പേരോട് ചോദിക്കുന്നു. ഇതാ അവസ്ഥ. റേഷൻ കാർഡിൻ്റെ ഇപ്പം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പം ഈ റേഷൻ കാർഡ് ഇപ്പം പ്രധാനമായിട്ടും മറ്റൊരു ഇഷ്യൂ വരുന്നത് എല്ലാത്തിൻ്റെ ഒരു രേഖയായിട്ട്. ഇപ്പോൾ റേഷൻ കാർഡ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് വന്നു, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ അടിയന്തരമായിട്ട് റേഷൻ കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഇപ്പോൾ വേറെ ഒരുപാട് ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്, ഇപ്പോൾ ആധാർ കാർഡ് ഉൾപ്പെടെ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ആശയമാണ്, ഞാനത് ഒരു ഡിസ്കഷനിലായിട്ട് ഇട്ടിട്ടുണ്ട്, ഗവൺമെൻറ് ലെവലിൽ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റേഷൻ കാർഡ് റേഷനായിട്ട് മാത്രം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്.